സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ പൊതുവേദിയിലെ സ്ത്രീകൾക്ക് എന്താ പറയണ്ടേന്നൊന്ന് കേൾക്കാൻ. പിന്നെ ഇത് 10 ദിവസത്തിന് മുമ്പ് കണ്ട കേസായെന്നല്ലേ പറഞ്ഞു. ഇത് നേരത്തെ കുറച്ച് മുമ്പ് പരാതി കൊടുത്തു, ഇമെയിലായിട്ടാണ് പരാതി കൊടുത്തത്. അത് മനസ്സിലായി. 10 ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു. ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ രാഹുൽ മാങ്കൂട്ട ഇവരുടെ കണ്ണുമുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട്. അപ്പോഴൊന്നും പിടിക്കാൻ ഫുൾ തെളിവോ. ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കിട്ടുമോ? ആ ഒരവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത്. എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു MLA എന്ന രീതിയിലേ അറിയൂ. പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ, അതിലും പ്രായം ചെന്ന് 80-90 വയസ്സുള്ളവന്മാർ അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാ. അതുപോലെ തന്നെ ഒരാഴ്ചക്ക് മുമ്പല്ല, ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം. അതെന്തായി? ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്തേ ആ കുട്ടിയുടെ കാര്യമാകാത്ത, വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നു. അതിനൊന്നുമില്ലാത്ത ഇമ്പോർട്ടൻസ് ഈ അവിഹിതത്തിന് എന്തിനാ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ. ഒരു പ്രേക്ഷകർ അഭിപ്രായം അറിയാനല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ. ഞാനിപ്പോ ഒരു ഭാര്യയാ. MLA എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി, പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ അയാൾ പറയാം ഒരു റൂം എടുക്ക്, അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കകത്ത് കയറ്റുകയാണ് പതിവ്. അതാണ് ചെയ്യേണ്ടത്. അല്ലേ എനിക്ക് വേണ്ടപ്പെട്ട, അല്ലെ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് MLA പോകാമോ? നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു MLA? അയാളൊരു പുരുഷനാ. നമ്മൾ ആ ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല. MLA ആന്ന് പറഞ്ഞാലും മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും. MLA അയാൾ ചെയ്തത് തെറ്റാ, അയാൾ ചെയ്തത് ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഈ പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറുപ്പിനെ ആയിരുന്നു എന്നെ പിടിച്ചു പോയാനല്ലോ. എന്തൊരു ശുഷ്കാന്ത ഈ പിടിക്കാന്. അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ. ഇതാണ് ഏറ്റവും വലിയ സംഭവം. ഇന്ന് നോക്കിയോ, ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം. ഇത് വെച്ച് കളിക്കല്ലേ? ഇതൊരു പ്രധാന വാർത്തയല്ലേ? രാത്രി പോലീസ് കാടകളൊക്കെ വളരെ രഹസ്യമായ ഒരു MLA പിടിച്ച് അകത്തിടുമ്പോൾ ഈ സ്ത്രീകൾ മൊത്തം ഒരാളും കണ്ടേ ഉള്ളൂ വിവാഹം കഴിക്കാത്ത. ബാക്കി മൊത്തം ഭാര്യമാരാ, മൊത്തം സ്ത്രീകളാ. ഇവരുടെ വിഷയം ഇത് പീഡനമാണോ? പീഡനമാണെങ്കിൽ ഓക്കെ, ഇതൊരു ന്യൂസ് ആക്കിക്കോ. ഇത് പീഡനമാണോ? സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ഇപ്പം വന്ന ഈ ഒരു കേസ്, ഇന്ന് ഈ പിടിച്ച കേസ്, വർഷങ്ങൾക്ക് മുമ്പ് അയാള് കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാണ്. അതിപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോമൺ സ്റ്റേജിലായിരുന്നു. അത് ഓർമ്മയില്ലേ? ഇത്രയും കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടമില്ലേ ഇതിന് ഉടനെ റിയാക്ട് ചെയ്യാൻ? ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ബസ്സിൽ പോയിട്ടുണ്ടോ? ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും. സത്യം പറയാൻ പുരുഷന്മാര്, ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ, പുരുഷന്മാര് പേടിക്കേണ്ട സമയങ്ങളാ. ഇന്ന് രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും. എനിക്കൊരു ഭർത്താവുണ്ട്, ആരും കുഞ്ഞുണ്ട്. നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള പീഡനം. നോക്കിയെന്നും പറഞ്ഞ് കേസ്. അപ്പൊ ഞാൻ ശ്രീ അനീഷയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഈ കാര്യമൊക്കെ കേൾക്കുമ്പോ ഭർത്താവ് എന്താ പറയുന്നത്? ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് എന്താ പറയാന്? ഭർത്താവ് ഇവളുമാര് പെടത്തിയതെന്ന് തന്നെ പറയത്തുള്ളൂ. ഭർത്താവ് എന്താണ് ജോലി, എന്താ ചെയ്യുന്നത്? എന്റെ ഭർത്താവ് ഡ്രൈവറാ. അപ്പൊ അവരൊക്കെ ആരും ഇതിനെ പിന്താങ്ങുന്നില്ല. എന്താ ഏതാ ഈ സ്ത്രീകള് ഈ പീഡനം എന്ന് പറഞ്ഞു? ഇത് പീഡനമാണ്. അതുപോലെ തന്നെ അതിജീവിതം. നിങ്ങൾ എല്ലാത്തിലും അതിജീവിതം എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അതുപോലെ മഹത്വമായിട്ടുള്ള വാക്കാ. ഇവിടെ ഇവര് പരാതിക്കാരിയാ. ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ. ഇതിവിടെ അതിജീവിതം എവിടെയാ ഉണ്ടാകുന്നത്? ഇവര് പറഞ്ഞ അതിജീവിതം. നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ? ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ്, എത്രയോ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു. അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വിലയില്ലേ? എന്റെ ഭർത്താവ് പുറത്തോട്ട് ഇറങ്ങുക. അനീഷയ്ക്ക് ആവശ്യമായ സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.